ഓഗസ്റ്റ് സഭയുടെ 2024 യൂത്ത് കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ്. ജൂലൈ മാസം 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെ വ്യാഴാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിപ്പിക്കുന്ന രീതിയിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന യൂത്ത് കോൺഫറൻസ് ആണ് ഈ കൊല്ലത്തിൽ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കാലിയൻ സെന്ററിൽ വ്യാഴാഴ്ച വൈകിട്ട് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അതിനുശേഷം അവർ താമസിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് കോൺഫറൻസിൻ്റെ സെഷൻസൊക്കെ സംഘടിപ്പിക്കുന്നത് പീച്ചിയിൽ ദർശന കോൺഫറൻസ് സെൻ്ററിലാണ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ പിക്നിക്കും അതിനെ തുടർന്ന് പട്ടിക്കാട് പള്ളിയിൽ ഉള്ള ഒരു വൈകുന്നേരത്തെ ഒരു പ്രോഗ്രാം, അതോടൊപ്പം ഞായറാഴ്ച നമ്മുടെ പീച്ചി പള്ളിയിലെ കുർബാനയും കൂടെ സംഘടിപ്പിക്കുന്ന രീതിയിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങൾക്ക് ഒരുമിച്ച് വരുന്നതിനും ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും ഉള്ള ഒരു സാഹചര്യമാണ് ഇത്. അത് യുവജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കട്ടെ. ഈ കൊല്ലത്തെ തീം നമ്മുടെ പ്രായോഗിക ലേഖനം അത് 4-ാം അധ്യായത്തില് 16-ാം വാക്യമാണ്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്നുള്ളതാണ് ഈ കൊല്ലത്തെ തീമായിട്ട് എടുത്തിരിക്കുന്നത്. ഈ വിഷയത്തെയാണ് കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനും ഈ സമയം ഉപയോഗിക്കുന്നത്. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റ് പല കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്കറിയാം. അവരുടെ പഠനം, അവരുടെ കരിയറും അവരുടെ തൊഴിലും ഒക്കെയായിട്ട് തിരക്ക് പിടിച്ച ജീവിതം അവർ നയിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തോട് അടുത്തു വരാനും ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്തു വരാനും അതിനനുസരിച്ച് യേശു ക്രിസ്തുവിനെ ഭക്തിപരമായിട്ട് മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ യുവജനങ്ങളും ഇതിൽ പങ്കെടുക്കണം. യുവജനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് 2 പ്രസ്ഥാനങ്ങളാണുള്ളത്. അതിൽ മെൻ പ്രസ്ഥാനവും അതുപോലെ തന്നെ വിമൻസ് യൂത്ത് പ്രസ്ഥാനമാണ്. അതിൻ്റെ അകത്ത് 15 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവരാണ് അതിലെ അംഗങ്ങൾ. അതിൽ പറ്റാതെ പോലെ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കണം. ഒരു മിനിമം ഒരു 300 പേരെങ്കിലും അതിൽ വരും എന്നാണ് അതിൽ സംഘാടകരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലും കൂടുതൽ പേര് തന്നെ വന്ന് അതിൽ പങ്കെടുത്ത് അനുഗ്രഹപ്രദമാക്കി ഇത് തീർക്കണം. അവർക്കും ഇത് അനുഗ്രഹപ്രദമായി തീരണം. ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്ത് വരാൻ ജീവിതത്തിൽ അതൊരു മാതൃകയാക്കി മാറ്റാനായിട്ട് അത് വരുന്ന എല്ലാവർക്കും കഴിയട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്നൊരിക്കൽ കൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇത് സംഘടിപ്പിക്കുന്ന 2 യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.